Wanna clear a bottle of Cabernet. Wanna stay home, not even drink. Wanna get out of my own head. Wanna lay down, overthink. I wanna cry every tear I got. അപ്പൊ ഗൈസ് നമ്മളാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേബി സൈന് കൊടുക്കാം. ബേബി സൈൻ കം ഹിയർ. സിറ്റ് ഹിയർ. നാ. താങ്ക് യു വെൽക്കം. ബാവാണോ അടിപൊളിയാ സൂപ്പർ. ഹായ് സൂപ്പറാണോ? സൂപ്പർ. ഹായ് ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പൈപ്പ് ക്ലീനറെല്ലാം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാനാണ്. ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. ഞാൻ തന്നെ ഇപ്പോൾ 2 ഫ്ലവേഴ്സ് ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് കത്രികയും നമ്മുടെ കൈകളും ഉപയോഗിച്ചിട്ട് മാത്രം മതി നമുക്ക് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ. നമുക്ക് ഗമ്മ് പോലെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണെയാണ്. വീഡിയോ ശ്രദ്ധിക്കുക. ബേബി ഇതേതാ കളറ്? ഓക്കെ, ഇതേതാ കളറ്? ബ്ലൂ. ഇതേതാ കളറ്? ഓറഞ്ച്. ഗുഡ് ബോയ്. ഇതേതാ കളറ്? പിങ്ക്. പിന്നെ ഏതാ കളറ്? ഇതേതാ കളറ്? ഗ്രീൻ. ഇതേതാ കളറ്? വയലറ്റ്. അപ്പൊ ഇതേതാ? വയലറ്റ്. അപ്പൊ ഇതിന്റെ കളർ എന്താ? ലാവണ്ടർ. ഇതെന്താ? അല്ല, ഇത് ലാവണ്ടർ. ഇത് വയലറ്റ്. ബേബി ആ പൂവ് എടുത്ത് വെച്ചോണ്ടിരുന്നാട്ടാ. ഇതെങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് പറഞ്ഞു കൊടുത്താലാ? യെസ്. ഇതെങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് പറഞ്ഞാലാ? യെസ്. അപ്പൊ ഗൈസ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണത് ഈ 2 ഫ്ലവേഴ്സിൽ ഈ ഒരു സൺഫ്ലവറിന്റെ ഫ്ലവേഴ്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണത്. അപ്പൊ ഈ സൺഫ്ലവറിന്റെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാന്ന് നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് ഓറഞ്ച് കളറിലുള്ള ഈ ഒരു പൈപ്പ് ക്ലീനർ വേണം. പിന്നെ ഈ ഒരു ബ്രൗണും പിന്നെ നമുക്ക് തണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഈ ഒരു ഗ്രീൻ കളർ നമ്മൾ എടുക്കുന്നുണ്ട്. മട്ടായൊക്കെ മേടിച്ച് തരുന്ന ഇവിടെ ഇരി. ഓക്കെ, അപ്പൊ ഇത് 3 കളറാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്താണ്ടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടവർക്ക് അങ്ങനെ പൂ ഉണ്ടാക്കണേന്ന്? യെസ്. അപ്പൊ നമ്മൾ ഇത്രയും കളേഴ്സ് ആണ് എടുത്തേക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു സിസേഴ്സും പിന്നെ ഈ ഒരു പേനയുടെ ഈ ഒരു മുടിയല്ല പേനയുടെ ഈ ഒരു ബോഡിയില്ലേ, അപ്പൊ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫ്ലവർ ഉണ്ടാക്കാൻ ആവശ്യമുള്ള കളേഴ്സ് ഒക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ എന്തോ മറ്റേ വീഴ്ച തന്നെ നീ ഇവിടെ ഇരിക്കുക. ഓക്കെ, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ തന്നെ കത്രികയും പിന്നെ നമുക്ക് ചുരുട്ടണ ആവശ്യമുണ്ട് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ ഒരു ആകൃതിയിലുള്ള. അപ്പൊ ഞാൻ എടുത്തേക്കുന്നത് പേനയാണ്. മിഠായി ഇപ്പോഴും സമ്മതിക്കില്ല ഗൈസ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വാപ്പാടെ കടയിൽ പോയിട്ട് മിഠായി മേടിച്ചോണ്ട് വരാം. ബാ. അല്ല വേണ്ട, നീ ഇവിടെ ഇരുന്നോ, ഞാൻ മേടിച്ചോണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് ആവശ്യമുള്ള പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ബാക്കിയെല്ലാം മാറ്റി വെക്കാം. ഇത് 3 നമുക്ക് ആവശ്യമുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് സൈഡിലേക്ക് നിൽക്കുക. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മളാണെങ്കിൽ ഫ്ലവറിന്റെ ഇതളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാനാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേനയുടെ ബോഡി ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഇതേപോലെ നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചുറ്റി കൊടുക്കണം ഫുള്ള്. കുറച്ച് നമ്മളിവിടെ ബാലൻസ് ഇങ്ങനെ നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റണം. ഇതുണ്ടല്ലേ, ഇതുപോലെ. അപ്പൊ ഗൈസ് ഞാൻ തന്നെ ഇവിടെ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഇങ്ങനെ ചുറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയാണ് നമുക്ക് ചുറ്റേണ്ടത്. ഇങ്ങനെ ചുറ്റി നമ്മൾ ലാസ്റ്റ് കുറച്ചും കൂടി നമ്മൾ ഇവിടെ പിടിക്കണം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് നമ്മളിത് ഊരിയെടുക്കുക. അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മൾ ചുറ്റെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഊരിയെടുക്കാം. ഇതുപോലെ വേണം നമ്മൾ ഊരിയെടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ബാലൻസ് വന്ന പോർഷൻ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം. അപ്പൊ നമ്മളാണെങ്കിൽ ബാക്കി വന്ന പോർഷൻ തന്നെ ഈ ഹോളിന്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് ഇപ്പൊ ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് പിരിക്കണം. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് തന്നെ ഈ ഇതളുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പൊ നമുക്കിത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കാം.
ബാലൻസ് ആയിട്ട് വന്നേക്കുന്നത് നമുക്കൊരു ഇതളാക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഈ ഇതളുകളെല്ലാം ഒന്ന് പിരിച്ച് പിരിച്ച് കൊടുക്കാം. നേനാ ഇതുപോലെ പിരിച്ചു കൊടുക്കാം. ഇത് പൈപ്പ് ക്ലീനർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് സുഖമായിട്ട് ഇത് പിരിക്കാൻ പറ്റും. ഭയങ്കര എളുപ്പമാട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമ്മൾ എല്ലാം പിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇതൊരു ഫ്ലവറിന്റെ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതെങ്ങനെയാ ചെയ്യണമെന്ന് നോക്കിയാലോ. ഗൈസ് ഇനി നമുക്ക് തണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് നമ്മൾ തന്നെ ഇത് ഇങ്ങനെ രണ്ടും ഈക്വൽ ആക്കിയിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തൊരു പീസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്രൗൺ പോർഷൻ വേണം നമ്മുടെ സെൻറ്ററിൽ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്യണം. ഇത് രണ്ടും ക്രോസ് ചെയ്ത് വെച്ചിട്ട് ഇത് നമ്മൾ ഇങ്ങോട്ട് ആക്കുക. എന്നിട്ട് ഇത് തന്നെ ഇങ്ങനെ ആക്കുക. ഇനി നമുക്കിത് ഇങ്ങനെ ചുറ്റോടായിട്ട് നമുക്കിതിങ്ങനെ കറക്കി കൊടുക്കാം. അപ്പൊ ഇത്രയൊക്കെ മതി. 2 വട്ടം നമുക്ക് ചുറ്റി കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലുതായിട്ട് കിട്ടും. അപ്പൊ ഇത്രയും നമുക്ക് മതി. ഇനി നമുക്ക് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഈ കട്ടെടുക്കുന്ന പോർഷൻ നമുക്ക് ബാക്കിക്കിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റെം ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇത് ഈ ഒരു ഫ്ലവറിന്റെ ഈ ഒരു ഹോൾ ഉണ്ടാവും ഇവിടെ ഈ നടുക്കായിട്ട്. അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് ഇറക്കി കൊടുക്കാം. ഇതന്നെ വളരെ സിമ്പിളാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ തന്നെ സ്റ്റെമ്മും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പൂവിൻ്റെ പരിപാടികൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ. ഇതൊരു സൺഫ്ലവർ ആണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്ലവറിലേക്ക് നമ്മൾ സ്റ്റെമ്മെല്ലാം ഇറക്കി വെച്ചിട്ട് ഇനി ഫൈനൽ ലുക്ക് തന്നെ ഇതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വേറെയും കുറേ ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഇതാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഒരു പോട്ട് വേണം. അപ്പോൾ ആ ഒരു പോട്ട് എങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് വേണ്ടത്. അപ്പോൾ ഗൈസ് ഈ കാണുന്നത് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്. ഇതിലേക്ക് നമുക്ക് പൈപ്പ് ക്ലീനർ വെച്ച് കൊടുക്കണം. അത് നമുക്ക് ഒട്ടിക്ക് പോലും വേണ്ട. നമ്മൾ ഇതിനെ ഈ കാണുന്ന പോലെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, ഹുക്ക് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് അതിന് വേണ്ടിയിട്ട് നമുക്കിത് കട്ടാക്കണം. അപ്പോൾ നമ്മളിത് എങ്ങനെ കട്ടാക്കണേ നമുക്ക് നോക്കാം. തേന ഈക്വലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തേന ഇത് കട്ട് ചെയ്യാം. പൈപ്പ് ക്ലീനർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് കട്ട് ചെയ്യാൻ പറ്റും. ആയിട്ടിപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടി കട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ് സ്പോട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് റെഡ് കളറാണ്. അപ്പോൾ ഒരു പൈപ്പ് ക്ലീനർ നമ്മൾ എടുത്തിട്ട് 4 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ എളുപ്പമായിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ തന്നെ ഒരു പൈപ്പ് ക്ലീനർ എടുക്കുക. നമുക്ക് താഴത്തേക്ക് ചെറുതായിട്ട് മതി, പക്ഷെ മുകളിലേക്ക് എത്ര വലുതായാലും നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ തന്നെ അതിന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്താൽ മതി. തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഇനി ചുറ്റാടെ നമ്മൾ ഇത് തന്നെ ചെയ്ത് കൊടുക്കണം. ഗൈസ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ പോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പൈപ്പ് ക്ലീനർ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഫുള്ളും ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഇനി നമുക്ക് ഈ പോയിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനാണെങ്കിൽ വെച്ച് കൊടുക്കുന്നത് ഒരു കിറ്റാണ്. ഇത് റൗണ്ടായിട്ട് ഞാൻ ഇത് ചുറ്റി ഇതിൻ്റെ ഉള്ളിലെ ഗ്യാപ്പ് ഞാൻ ഫില്ലാക്കുന്നുണ്ട്. അത് ഇതുപോലെ ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ പൈപ്പ് ക്ലീനർ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതുപോലൊരു റൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. അപ്പം ഞാൻ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന പൂക്കളെല്ലാം നല്ല അടിപൊളിയായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാ ഫ്ലവറും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ നമ്മൾ നോക്കണം. ഒരു പൂവ് നമുക്ക് താന്ന് പോകരുത്, എങ്കിലാണ് ഇതിൻ്റെ ഫില്ല് ചെയ്ത് നിൽക്കത്തുള്ളത്. അപ്പോൾ ഇതിന് താന്ന് പോയ പൂവൊക്കെ ഞാൻ ഇതിനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലേക്ക്. അപ്പോൾ പൂവെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഈ ഒരു പൂവിനെ നമുക്ക് കയറ്റി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ പൂവിനെയും വിടർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന ബാക്കി സ്റ്റെം വരുന്നില്ലേ, ഇത് നമ്മൾ മടക്കിയിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റെമ്മ് മടക്കാം. ഇതുപോലെ നമ്മൾ മടക്കി ഇങ്ങനെ ആക്കണം. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പിരിക്കാം കേട്ടോ. അപ്പോൾ പിരിക്കണമൊന്നുമില്ല. ഇപ്പം നമ്മുടെ പൂ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താലോ. നോക്കിക്കേ
വാവ്, അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റ് ഒരു ലുക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാണാൻ രസാ നോക്കിക്കേ. അപ്പൊ ഗൈസ് നമ്മുടെ സൺഫ്ലവർ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺഫ്ലവർ ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് പൈപ്പ് ക്ലീനർ എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലത്തെ ഒരു സൺഫ്ലവർ വേസ്റ്റ് തന്നെ നിങ്ങൾക്ക് തന്നെ വീട്ടിലെല്ലാം സെറ്റ് ആക്കിയിട്ട് വെക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഷോക്കേസിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഒരു അലങ്കാരമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സൺഫ്ലവർ വെക്കാവുന്നതാണ്. കാണാൻ തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിക്കല്ലേ. അപ്പോൾ ഗൈസ് ഈ കാണുന്ന ഫ്ലവേഴ്സ് ഞാൻ ആദ്യം ഉണ്ടാക്കിയതായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ ഒരു സൺഫ്ലവറിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 ഫ്ലവേഴ്സിനെ നമുക്ക് എൻ്റെ ഷോക്കേസിൽ കൊണ്ടുവന്ന് വെച്ചാലോ? സോ കം വിത്ത് മീ. അപ്പോൾ ഗൈസ് ഞാൻ തന്നെ ഇവിടെയാണ് കേട്ടോ വെക്കുന്നത്. ഈ കാണുന്ന ഫോട്ടോ എൻ്റെതാണ്. ഷോക്കേസിൽ വെച്ചപ്പോഴാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് എന്ത് ഭംഗിയാന്ന് നോക്കി ഗൈസ്, എന്ത് ബ്യൂട്ടിഫുൾ ആണ്. അതോടൊപ്പം തന്നെ ഈ മേളിൽ കാണുന്ന ഈ ഒരു 2 ട്രോഫീസ് എനിക്ക് VMJന്ന് കിട്ടിയതാണ്. പിന്നെ ഈ നടുക്ക് കാണുന്ന ഈ വാട്ടർമെലൻ ഞാൻ തന്നെ പെയിന്റ് ചെയ്തതാണ് കേട്ടോ. ഒരു കുപ്പിയാണത്. അതിൽ വാട്ടർമെലൻ്റെ തീമിൽ ഞാൻ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. See you tomorrow.